ഹായ് ഹലോ. അപ്പോൾ ഈ ഒരു പേപ്പർ റോൾ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടാവില്ലേ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. അപ്പോൾ മദർസയും സ്കൂളൊക്കെ തുറക്കുന്ന ടൈമിൽ പാരൻസിനും സ്റ്റുഡൻസിനും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മദർസ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മദർസയിൽ കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടിയുള്ള ബുക്സ് ഒന്നല്ല. അപ്പോൾ ഇതും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കത്രിക, പിന്നെ സെലോ ടേപ്പ്, അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക്, അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റാപ്ലർ, പിന്നെ നമുക്ക് ഇതുപോലൊരു കത്തിയോ അതല്ലെങ്കിൽ നല്ല നീളമുള്ള സ്കെയിൽ വേണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല വീതിയുള്ള ഒരു പേപ്പർ റോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീതി കുറഞ്ഞത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഒരുപാട് നീളമുള്ള ടെക്സ്റ്റ് അല്ല, പക്ഷേ എന്നാലും അത്യാവശ്യം നോട്ട്ബുക്കിനേക്കാളും നീളമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിത് ഇങ്ങനെ ടെക്സ്റ്റ് വെച്ച് നോക്കുന്ന ടൈമിൽ രണ്ട് സൈഡിലും കണ്ടില്ലേ ഇത്രയും പേപ്പർ നമുക്ക് വേസ്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പേപ്പർ അധികം വേസ്റ്റ് ആക്കാത്ത രീതിയിൽ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു വീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് താഴത്തേക്ക് എത്രത്തോളം നമുക്ക് ആ ഒരു പേപ്പർ റോൾ ആവശ്യമുണ്ടോ അത് വിട്ടിട്ട് മുകളിലും ഏകദേശം എത്രത്തോളം ആവശ്യമുണ്ടെന്നുള്ളത് ആ ഒരു കത്തി വെച്ചിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, അപ്പോൾ ആ ഒരു കത്തിയുടെ അടയാളമുണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ രണ്ട് സൈഡും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരുപോലെ വെച്ചിട്ട് നമ്മുടെ നെയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു സൈഡും കൂടി ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇതുപോലെ നെയിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട്. കണ്ടില്ലേ, ഏകദേശം എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും സെയിം വലുപ്പത്തിലുള്ളതായതുകൊണ്ട് തന്നെ ഇനി ടെക്സ്റ്റ് ബുക്കിൻ്റെ അളവ് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പേപ്പറിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കണക്കാക്കിയിട്ട് ഞാൻ വീണ്ടും കത്തി യൂസ് ചെയ്തിട്ട് അവിടെ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഒരു പീസ് പേപ്പർ ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കത്തി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്കെയിലാണെങ്കിലും മതി കേട്ടോ. വീണ്ടും ഈ ഒരു മാർക്ക് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും നെയിൽ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ പേപ്പർ റോൾ ഒട്ടും വേസ്റ്റ് ആകാതെ ഞാൻ ബുക്ക് കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മെത്തേഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് കൂടുതൽ സ്യൂട്ടാവുന്നത് അത് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡിലേക്ക് പോവാം. അതിനായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേപ്പർ ഷീറ്റ് എടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടറ്റവും കറക്റ്റായി പിടിച്ചതിന് ശേഷം സെൻറ്ററിൽ നല്ലതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഈ ഒരു പേപ്പർ ഷീറ്റിൻ്റെ ചെറിയൊരു പോർഷനിലേക്ക് നമുക്ക് ക്ലീൻ റാപ്പ് വരുന്നില്ല. അത് നമുക്ക് ബുക്ക് കവർ ചെയ്യുന്ന ടൈമിൽ ഉള്ളിലേക്കാക്കി ഫോൾഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഒരു സൈഡ് ഇങ്ങനെ വെച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് ഇതേ കണ്ടില്ലേ, നെയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു ഭാഗം ഷാർപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ അവിടെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് പോലെ കിട്ടും കേട്ടോ നമുക്ക്. ഇനി ഇതാണ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു വാട്ടർ പ്രൂഫ് അല്ലാത്ത ആ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഈ ഒരു ലൈനിൻ്റെ താഴെയായിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, കണ്ടോ, ആ ഒരു ലൈനിൻ്റെ താഴെയാണ് ഇത് നമ്മൾ മടക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇതുപോലെ കവർ പേജിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് സെക്യൂർ ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ ഇതിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ലൂസൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല രീതിയിൽ കൈ യൂസ് ചെയ്തിട്ട് വരഞ്ഞു കൊടുക്കുക. ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇല്ലാത്ത പോർഷൻ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ മടക്കി വയ്ക്കുക. ഇനി ടെക്സ്റ്റ് ബുക്കിൻ്റെ വീതി വരുന്ന ഭാഗത്ത് രണ്ട് സൈഡിലും സെയിം അളവിലാണോ പേപ്പർ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത സെയിം മെത്തേഡാണ് ചെയ്യുന്നത് കേട്ടോ. വിരൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ 4 സൈഡിലും വരഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന 4 ബുക്ക് കവറിങ് മെത്തേഡ്സിലും ഇതുവരെ സ്റ്റെപ്സ് സെയിം തന്നെയാണ്. പിന്നെ ഈ ഒരു പോർഷനിൽ വരുമ്പോഴാണ് ചേഞ്ച് വരുന്നത് കേട്ടോ.
ഇനി നമുക്ക് ഈ രണ്ട് സൈഡും നമുക്ക് വിരൽ യൂസ് ചെയ്തിട്ട്, വിരലല്ല നമ്മൾ നെയിൽ യൂസ് ചെയ്തിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. പിന്നെ കത്തിയോ അല്ലെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു പോർഷൻ കോൺ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നെയിൽ യൂസ് ചെയ്തിട്ട് ഷാർപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡും നമുക്ക് നെയിൽ യൂസ് ചെയ്തിട്ട് കോൺ ഷേപ്പിൽ വെച്ച് ഷാർപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയൊന്നുമില്ല, നമുക്ക് ഇത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് കട്ടി കുറഞ്ഞ ടെക്സ്റ്റ് ബുക്കുകളോ നോട്ട് ബുക്കുകളോ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അതല്ലെങ്കിൽ ഈ ഒരു പോർഷൻ കുറച്ച് വൃത്തികേടായിട്ട് നിൽക്കും, അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പേപ്പർ കുറവുള്ള ബുക്കുകളിൽ മാത്രം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. ഈ ഒരു സൈഡിലും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്കെയിലിന് പകരം ഇതുപോലെ കത്തി യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ കത്രിക ഫുള്ളായിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നമുക്ക് കത്തി പോലെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കണ്ടോ, നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ബുക്ക് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വയം ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണിത്. കണ്ടില്ല, ഈ ഒരു പോർഷനാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ബുക്ക് നീറ്റായിട്ട് ഇരിക്കേണ്ടത്. കണ്ടോ, അവിടെ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ്സ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സെലോ ടേപ്പ്, അതല്ലെങ്കിൽ ഇതുപോലത്തെ ഫെവി സ്റ്റിക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സിമ്പിളായിട്ട് സ്റ്റാപ്ലർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റാപ്ലറാണ് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യാറ്. പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയും. പിന്നെ സ്റ്റാപ്ലർ ചെയ്യുന്നതിന് മുമ്പ് കൈകൊണ്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ബബിൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ ഒന്ന് പ്രസ് ചെയ്ത് കളയുക. അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ബുക്ക് കവറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു പ്രോസസ്സൊക്കെ സെയിം തന്നെ കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടി കാണിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും, നിങ്ങൾക്ക് കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയാണ് ഡിഫറൻസ് വരുന്നത്. കത്രിക യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു കോർണറിൽ നിന്നും കുറച്ച് ചെരിച്ച് കട്ട് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു രണ്ട് പോർഷൻസും രണ്ട് സൈഡിലേക്കും ഒന്ന് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്താൽ കുറച്ചും കൂടി നീറ്റായിട്ട് ഇതുപോലെ കിട്ടും. ഇനി ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഇതുപോലെ ഉള്ളിലേക്ക് ഈ ഒരു കോർണർ പോർഷൻ കൈകൊണ്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലേക്കും കറക്റ്റ് അളവിൽ കോൺ ഷേപ്പ് ആക്കിയിട്ട് വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇതും ഒരുപാട് പേജസുള്ള ബുക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. കുറച്ച് പേജസുള്ള ബുക്സിനോ ടെക്സ്റ്റ് ബുക്കിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു മെത്തേഡ്. കൂടുതൽ പേജസുള്ള ബുക്സിനാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കോർണർ പോർഷൻ കുറച്ചും കൂടി കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. നമ്മുടെ ബുക്കിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് വേണം നമ്മൾ ഏത് മെത്തേഡാണ് കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ കേട്ടോ. തിക്നെസ് കൂടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ ആണെങ്കിൽ ഈ ഒരു ചെരിച്ച് കട്ട് ചെയ്യുന്ന സംഭവം കുറച്ചും കൂടി നീക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സൈഡിൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ബുക്സ് കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് അധികം ടൈമൊന്നും തന്നെ എടുക്കുന്നില്ല. കണ്ടില്ലേ, രണ്ട് സൈഡും നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈഡാണ് നമ്മൾ എപ്പോൾ ബുക്ക് ചെയ്യുമ്പോഴും വളരെ നീറ്റാക്കി കീപ്പ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് തേർഡ് മെത്തേഡ് നോക്കാം കേട്ടോ. അപ്പോൾ തേർഡ് മെത്തേഡിലും നമ്മൾ ആദ്യം ചെയ്ത സെയിം പ്രോസസ്സ് ചെയ്യാണ്. അപ്പോൾ അതെല്ലാം ഞാൻ നല്ല സ്പീഡിലാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോർണർ പോർഷൻ വരുന്ന ഭാഗത്താണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്.
കണ്ടില്ലേ, കുറച്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെയോ നോട്ട് ബുക്കിൻ്റെയോ തിക്നെസ്സിനനുസരിച്ചിട്ട് വേണം ഒരു ഗ്യാപ്പ് വിടുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് രണ്ട് സൈഡും ഒരുമിച്ച് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബിഗിനേഴ്സ്, അതായത് ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്ന കുട്ടികളാണെങ്കിൽ രണ്ട് സൈഡും ഇതുപോലെ പയ്യെ കട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു സൈഡ് ഞാൻ കണ്ടില്ലേ കോൺ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊക്കിയതിന് ശേഷം ഇതുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് റെക്കോർഡ് ബുക്സ് കവർ ചെയ്യാൻ, അതുപോലെ ഒത്തിരി കട്ടിയുള്ള നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കവർ ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. കണ്ടില്ലേ, അത്രയും നമുക്ക് ആ ഒരു തിക്നെസ്സിൽ ഉള്ള സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നൊരു മെത്തേഡാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഓൾറെഡി ചെരിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ മറ്റു വശം നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടും കീപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. കണ്ടില്ലേ, ഇത് ഒറ്റയടിക്ക് രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ സൈഡും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന കുട്ടികൾ ഇതുപോലെ പയ്യെ ചെയ്ത് നീറ്റാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് സ്പീഡാക്കിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡ്സും കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു തേർഡ് മെത്തേഡ്? നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത്തവണ സ്കൂൾ തുറക്കുമ്പോഴും മദ്രസ തുറക്കുമ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നോക്കാം കേട്ടോ. കണ്ടോ, രണ്ട് സൈഡിലും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും ഇതുപോലെ തന്നെ സ്റ്റാപ്ലറൊക്കെ ചെയ്തിട്ട് സെക്യൂർ ചെയ്തെടുക്കണം. കണ്ടോ, ഇതിൻ്റെ ഈ ഒരു പോർഷൻസ് നല്ല ക്ലീൻ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് നാലാമത്തെ മെത്തേഡ് നോക്കാം. അപ്പോൾ നാലാമത്തെ മെത്തേഡിലും ഞാൻ മുമ്പ് പറഞ്ഞ രീതിയിൽ സെയിം പ്രോസസ്സ് തന്നെയാണ് പകുതി വരെ വരുന്നത്. ബാക്കിയുള്ള പ്രോസസ്സിലാണ് ചെറിയൊരു ചേഞ്ചസ് തന്നെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്ലോ ആയി കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്യുന്നത് കത്തി യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്രിക യൂസ് ചെയ്തിട്ട് നേരത്തെ ഫസ്റ്റൊക്കെ ചെയ്ത മെത്തേഡിൽ തന്നെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും കട്ടിയില്ലാത്ത ടൈപ്പ് ബുക്സ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെത്തേഡാണ്. കണ്ടില്ലേ, ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ കവറിലേക്ക് ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഫോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ ഒത്തിരി കട്ടി ഫീൽ ചെയ്യില്ല കേട്ടോ. ഇനി ആ മുകളിലുള്ള പോർഷൻ ഇതുപോലെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരേ പോലെ തന്നെ ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ കൊച്ചു കൂട്ടുകാരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത് അതൊന്ന് ട്രൈ ചെയ്ത് പാരൻസിനെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. കാരണം കൊച്ചു കുട്ടികളുള്ള പാരൻസിനൊക്കെ ഈ ഒരു ബുക്ക് കവറിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഇപ്പോൾ ഞാനത് എന്താ പറയുക ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സംഭവമായിരുന്നു കേട്ടോ ഈ ഒരു ബുക്ക് കവറിങ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കുഞ്ഞുവാവയ്ക്കുള്ളത് കൊണ്ട് എനിക്കതൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുവിധം ആയപ്പോൾ മുതൽ എൻ്റെ ബുക്സ് ഞാൻ തന്നെ കേട്ടോ കവർ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ ബുക്ക് കവറിങ് ചെയ്യുക, നെയിം സ്ലിപ്പ് ഒട്ടിക്കുക, സ്റ്റാപ്ലർ ചെയ്യുക, പേരെഴുതുക ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. ഇപ്പോഴും ഇഷ്ടക്കുറവൊന്നുമില്ല. നമുക്ക് കുഞ്ഞുവാവയ്ക്ക് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു 4 ബുക്സ് മാത്രമാണ് ഞാൻ കുഞ്ഞുവാവിനെ മടിയിൽ വെക്കാതെ ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം മോളെയും കൂടി മടിയിലിരുത്തിയിട്ടാട്ടോ കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പാരൻസിന് കുട്ടികൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും കൂടി അതൊരു ഹെൽപ്പായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്തൊക്കെ നോക്കാം കേട്ടോ.
അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഫൈനലി നമുക്ക് നെയിം സ്ലിപ്പ് ഒട്ടിച്ച് പേരും കൂടി ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നെയിം സ്ലിപ്പ് ഞങ്ങളുടെ സ്വന്തം കോക്കനട്ട് ഓയിൽ ബ്രാൻഡായിട്ടുള്ള കേരാവിൻ ആൻഡ് പാചകത്തിൻ്റെ നെയിം സ്ലിപ്പാണ്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി. ഏകദേശം ഈ ഒരു മാസം ലാസ്റ്റോട് കൂടി എന്തായാലും നമ്മുടെ സ്കൂളിലെ ബുക്കൊക്കെ കിട്ടുമല്ലേ. അപ്പോൾ ഒത്തിരി ബുക്സ് ഉണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് പാരൻസിനെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ മെയിനായിട്ടൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ എന്താണെങ്കിലും ഒരു ഗിവ് വരുന്നുണ്ട്. 1K സബ്സ്ക്രൈബേഴ്സ് ആണ് സമയത്ത് ചെയ്യണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ എന്താണെങ്കിലും 2K ഫാമിലി ആകുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഒരു ഗിവ് അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.